ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നടത്തി തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്മയ്ക്കായിട്ട് മാത്രമാണെന്ന് ചിന്തിക്കുക. ഒരിക്കലും തിന്മയ്ക്കായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ വേദനയിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നിട്ടുള്ളത്. എക്സാമ്പിൾ പറഞ്ഞാൽ, ശരീരത്തിൽ ഒരു ക്യാൻസർ ഒരു ഭാഗത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വേദനയോട് കൂടി തന്നെ അത് മുറിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഒരു വേദന നിങ്ങൾ അനുഭവിക്കുന്നത് ഉണ്ടെങ്കിൽ അത് നല്ലതിനാണെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയർച്ചയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. സെൽഫ് ലവ് ചെയ്യുക, മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് പോകാൻ തീരുമാനിക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് നോക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത്, നിങ്ങളുടെ പേഴ്സണെ ബേസ് ചെയ്ത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ലഭിക്കണമേ. എന്നെയും എൻ്റെ കാർഡിനെയും ഞാൻ യൂണിവേഴ്സിൻ്റെ അതിശക്തിയേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. ആഗ്രഹിച്ച് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ജീവിത സ്വപ്നങ്ങളുമായിട്ട് നിങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതീവ പെയിൻ തരുന്നു. ഓക്കെ, നിങ്ങളൊരു ഫാമിലി ആഗ്രഹിച്ചു, നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് ഒരു വ്യക്തിയിൽ വിശ്വസിച്ചു, ആഗ്രഹിച്ചു, അതിൽ നിങ്ങൾക്ക് അതീവ പെയിൻ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നാണക്കേടാണ് തോന്നുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു റിലേഷൻ ഞാൻ എന്തിന് സെലക്ട് ചെയ്തു എന്നോർത്ത് നിങ്ങളിപ്പോൾ പെയിൻ സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോവുകയാണ്. സഹിക്കുന്നതിനും അപ്പുറമായിട്ട് നിങ്ങൾ നിൽക്കുകയാണ്. ഓവർ തിങ്കിങ് ആണ്, ഡിപ്രഷനാണ്. നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഈ വന്നിരിക്കുന്നത് നിങ്ങളുടെ നല്ലതിനാണെന്ന് ചിന്തിക്കുക. അങ്ങനെ ഒരു റിലേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടോക്സിക് ആയിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. നിങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കേണ്ടതായിട്ട് വരും. നിങ്ങളിലുള്ള ആ അന്ധകാരങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് ഒരു ശുഭദിനം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് ഇതെല്ലാം മാറിക്കിട്ടും. ഓക്കെ, ജീവിതത്തിൽ ഒന്ന് സംഭവിച്ചെങ്കിൽ അത് നല്ലതിനെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, താങ്ക് യു. ഒരു ഡെത്താണ് സംഭവിച്ചിരിക്കുന്നത്. ആരുടെ ലൈഫിൽ ഒരു റിലേഷൻ പൂർണ്ണമായി അവസാനിച്ചിരിക്കുന്നു. ഡെത്തിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിഷമിക്കരുത്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ട്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ ശക്തമായി തന്നെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങളിപ്പം ഒരു കഴുതയെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു കഴുതയ്ക്ക് ബുദ്ധിയില്ല, അല്ലെങ്കിൽ പറ്റിക്കപ്പെടുന്നുണ്ട്, നിരന്തരം ഭാരം അനുഭവിച്ച് നിങ്ങളെ തള്ളപ്പെടുന്നുണ്ട് എന്നെല്ലാം, നിങ്ങളൊരു വിഡ്ഢിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. നിങ്ങൾ ഏറ്റവും ഗർജിക്കുന്നതായിട്ടുള്ള, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി തന്നെ നിങ്ങൾ മാറും എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾക്കൊരു യാത്രയാണ് പെട്ടെന്ന് വരുന്നത്. വീണ്ടും അതേ എനർജി തന്നെയാണ്. ഓക്കെ, ഒരുപാട് പെയിൻ, ഡിപ്രഷൻ നിങ്ങളിൽ എന്തോ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്തോ നിങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. യാത്രയാണ്, ദൂരമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ട്, മാനസികമായിട്ടാണെങ്കിലും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലത് വിട്ടു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും വിട്ടു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഇത് പെയിൻഫുൾ ആയിട്ടുള്ളൊരു റീഡിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ഇത് സഹിക്കുന്നവർ മാത്രം മുന്നോട്ട് കാണുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, കാരണം സത്യം എന്ന് പറയുന്നത് അല്പം വേദനയാണ്. സത്യം മനസ്സിലാക്കുന്നെങ്കിൽ മാത്രം തുടർന്ന് കാണുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കാർഡിൽ വരുന്ന കാര്യം മറച്ച് വെച്ചിട്ട് ഷുഗർ റീഡിങ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വേണം എനിക്കിതിൽ പ്രസൻറ്റ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തുകൊണ്ടാണ് സ്ട്രെസ്സിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിപ്പോൾ ഒരുപാട് ടെൻഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
വീണ്ടും ടെൻഷൻ തന്നെയാണ്, ഓവർ തിങ്കിങ് ആണ്. എന്തോ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അതൊരു വിധത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് സാധിക്കുന്നില്ല. എന്തെങ്കിലും സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്കിപ്പം ഒരു ഈഗോയും ഇല്ല. നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ശരി തന്നെ, നിങ്ങൾക്കാണ് ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഈഗോ അടിച്ചിട്ട് നിൽക്കുന്നെങ്കിൽ ഇപ്പോൾ ആ ഈഗോ എല്ലാം മടക്കി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈഗോ എല്ലാം മാറ്റി വെച്ച് എന്തോ സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലോ അല്ലെങ്കിൽ ഒരു ന്യൂ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓവർ തിങ്കിങ് ആണ്, ഒരുപാട് ബേർഡൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് എക്സ്പെൻസ് വരുന്നുണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ലഭിക്കാതെ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ഫീൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ സാമ്പത്തികമായിട്ടോ മറ്റോ എന്തോ ആരോ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു കാര്യം ചെയ്യുവാൻ ചിലപ്പോൾ ഒരു ജോലിയിലേക്ക് കടന്നു പോകുന്നതിനായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ പൈസ എവിടെയൊക്കെ കൊടുത്തിരിക്കുന്നു, അത് തിരിച്ച് കിട്ടുന്നില്ല. എന്തിനാണോ കൊടുത്തത് അതും തിരിച്ച് കിട്ടുന്നില്ല. അങ്ങനെ നിങ്ങൾ ഒരുപാട് മാനസിക പ്രശ്നത്തിൽ കൂടി കടന്നു പോവുകയാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു ട്രാവലിംഗ് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ട്രാവലിംഗ് വരുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ട്രാവലിംഗ് വരുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ സ്പിരിച്വലായിട്ട് എന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. നിങ്ങൾ സ്പിരിച്വലായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുവരെയും അത് തടസ്സമായിരുന്നു. ആ ഒരു തടസ്സമൊക്കെ മാറിയിട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ചില വ്യക്തികൾക്ക് പുറത്ത് പോകുന്നതിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്ത ചില കാര്യങ്ങളായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. ഇതുവരെ നിങ്ങൾക്ക് അത് തടസ്സപ്പെട്ടിരുന്നെങ്കിൽ അത് ഓപ്പണായി വരികയാണ്. സഡൻ ആക്ഷനാണ് വരുന്നത്. വളരെ സ്പീഡിനാണ് നിങ്ങൾക്ക് പുറപ്പെട്ടൊരു യാത്ര പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു അമ്മയുടെ എനർജി കാണിക്കുന്നുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ പ്രായമായതാവാം, പ്രായമല്ലാത്തതാകാം. അവരുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ട്. ആ വ്യക്തി നിങ്ങളുടെ യാത്ര എത്രയും പെട്ടെന്ന് ആവുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥന, പൂജ കാര്യങ്ങൾ എല്ലാം നടത്തുന്നുണ്ട്. ആ വ്യക്തിയുടെ പ്രാർത്ഥനാ ഫലമായിട്ടാണ് നിങ്ങൾക്കിപ്പം തടസ്സങ്ങളെല്ലാം മാറി വരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ പോസിബിലിറ്റി വന്നിരിക്കുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് വരികയാണ്. ഇവിടെ വീണ്ടും യാത്രയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിലധികം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് അതിലേത് തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്കറിയാൻ വയ്യാതെ നിൽക്കുന്നതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻ ആയിരിക്കാം. അപ്പോൾ ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ നിങ്ങൾ ഒരുപാട് മാനസിക ഇതിലാണ് വന്നിരുന്നതെങ്കിൽ അതിൽ നിന്നൊരു മാറ്റമാണ് നിങ്ങൾക്കിപ്പോൾ സംഭവിക്കുന്നത്. ഒരുപാട് ഹാർട്ട് പെയിൻ ആയിരുന്ന ഇതിനെല്ലാം ഒരു അവസാനം വന്നിരിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ചില വ്യക്തികൾക്ക് നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് നിന്ന ഒരു കാര്യത്തിന് സമാപ്തി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പം ചില റിലേഷൻ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ, വെയിറ്റ് ചെയ്യണമോ എന്നുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്ക് ഇന്ന ദിവസം അത് സമാപ്തിയായിരിക്കുന്നു. നിങ്ങളതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചിരിക്കുന്നു. ചില വ്യക്തികൾക്ക് ആ ഉത്തരം വളരെ പെയിൻഫുള്ളാണ്. വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഉത്തരങ്ങളാണ് ലഭിച്ചതെങ്കിലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പം നമുക്ക് നോക്കാം മനസ്സിൽ നിങ്ങളോടുള്ള സമീപനം എന്താണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള സമീപനം എന്താണ്? ഏത് സിറ്റുവേഷനിലായിരുന്നാലും ശരിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മറ്റൊരു റിലേഷനിലായിരുന്നാലും അല്ല, നിങ്ങളെ നോ കോണ്ടാക്റ്റിൽ നിർത്തിയിട്ട് പോയിരിക്കുന്നതാണെങ്കിലും ഇനി റിലേഷൻ ഒരിക്കലും വരില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളെ അവർ മനസ്സിൽ ഓർക്കുകയോ അല്ലെങ്കിൽ എന്ത് സമീപനമാണ് അവർ എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് അതീവ പെയിനാണെന്നും ഇനി നിങ്ങളിലേക്ക് കടന്നു വരിക എന്നുള്ളത് അവരെ കൊണ്ട് പറ്റുന്നതൊന്നല്ല. നിങ്ങളുടെ റിലേഷനിലേക്ക് കടന്നു വരിക എന്നുള്ളതൊരു ഹാർഡ് വർക്കാണെന്ന് അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. അവർക്കിപ്പോൾ നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു വഴിയും മുന്നിൽ കാണുന്നില്ല. അവർ
കാര്യങ്ങളിൽ ഇപ്പോഴും അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ സംഭവിച്ചത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളാക്കിയതെല്ലാം അവർ ചിന്തിക്കുകയാണ്. ഒരു അനുകൂലമായ സമയത്തിന് വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുകയാണ്. ഓക്കെ, ഒരു ചേഞ്ച് വരുന്നതിന് വേണ്ടി ഇപ്പോൾ അവർ ആക്ഷനൊന്നും എടുക്കുന്നില്ല. നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് അവർക്ക് ഒരു വഴിയും തെളിഞ്ഞു കാണുന്നില്ല. അവർ ഹാർട്ട് പെയിനിൽ കൂടിയാണ്. നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർക്ക് വിഷമമുണ്ട്. ഓക്കെ, റിഗ്രറ്റ് ഫീൽ അവർക്ക് അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോടുള്ള സമീപനമാണ്. റിലേഷൻ അവസാനിച്ചിരിക്കുന്നു എന്നവർ ചിന്തിക്കുന്നു. എങ്കിലും ഒരു ന്യൂ ബിഗിനിങ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. നിങ്ങളെ അവസാനിപ്പിച്ച് പോയതിൽ അവർക്ക് യാതൊരു സന്തോഷവും ലഭിക്കുന്നില്ല. മറ്റെന്ത് കിട്ടിയിരുന്നെങ്കിലും നിങ്ങളുടെ കെയറിങ്ങും സ്നേഹത്തിനും തുല്യമായിട്ട് അവർക്കൊന്നുമില്ല. അവരെടുത്ത തീരുമാനം മെച്യൂറായിട്ടുള്ള ഒരു തീരുമാനമല്ലായിരുന്നു. നിങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളത് തെറ്റായ രീതിയിലുള്ള ഒരു തീരുമാനമാണ് അവർ തിരഞ്ഞെടുത്തത്. നിങ്ങളിൽ നിന്നും അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം ഉണ്ടായിരുന്നു എന്നും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു എന്നെങ്കിലും അവർ വിശ്വസിക്കുന്നു. നിങ്ങളെ അവർക്ക് വിശ്വസിക്കാൻ പറ്റും. മറ്റൊരു വ്യക്തികളിലും അവർക്ക് ആ വിശ്വാസം ലഭിക്കുന്നില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ റിലേഷൻ ഡെത്തായിപ്പോയ റിലേഷനാണ്. അവർ ഇനിയൊരു മാറ്റം സംഭവിക്കുമോ എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വീണ്ടും ഡെത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുന്നു. ഒരുപാട് അടിയും വഴക്കും പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നും അവർ വിചാരിക്കുന്നുണ്ട്. രണ്ട് എനർജിയും സെയിം ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന എനർജി എന്ന് പറയുന്നത് അവസാനിപ്പിച്ച റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ന്യൂ ബിഗിനിങ് സംഭവിക്കുന്നതായിരിക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ്? ഓക്കെ, നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഈ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൊള്ളാവുന്നതാണോ? അവർക്ക് കുറച്ച് വിവരമൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്താണ് പോയി ചോദിക്കുന്നത്. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ? അത് പിന്നീട് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ മറ്റ് ചില വ്യക്തികളോട് ചോദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ? മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം തിരക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഒരു ഐസൊലേഷനിലായിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏജ് കുറവുള്ള വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ പക്വത കുറവുള്ള വ്യക്തിയായിരിക്കും. ഒരു ഫാൻറ്റസി ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അവർക്ക് ഒരുപാട് ടെൻഷനൊന്നും എടുക്കുന്നത് താല്പര്യപ്പെടുന്നില്ല. അവർക്ക് കുറച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ജീവിതത്തിനോടാണ് അവർക്ക് കൂടുതൽ താല്പര്യം. അവരുടെ വീട്ടിൽ ചിലപ്പോൾ ഇളയ സന്തതിയായിരിക്കും, ഓമനിച്ച് വളർത്തുന്ന വ്യക്തിയായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ പക്വതക്കുറവ് കാണിക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഒരുപക്ഷെ വിവാഹം കഴിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പം ഒരു പ്രഗ്നൻസി കാണുന്നുണ്ട്. വിവാഹം കഴിച്ച് അതൊരു മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയ വ്യക്തിയാണെങ്കിൽ, ഈ അടുത്ത സമയത്തൊക്കെ പോയ വ്യക്തിയാണെങ്കിൽ അവിടെ ഒരു പ്രഗ്നൻസി കാണിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പണം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം. സാമ്പത്തികത്തിന് ഒരുപാട് പ്രാധാന്യം തന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇമോഷനേക്കാളും കൂടുതൽ സാമ്പത്തിക കാര്യങ്ങൾക്കായിരിക്കും, കൊടുക്കൽ വാങ്ങലുകളായിരിക്കും കൂടി നിന്നിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്നോ സാമ്പത്തികമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ ഇവിടെ കൂടി നിന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം അവരെ സഹായിച്ച കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എത്ര ദൂരത്ത് നിന്നാണെങ്കിലും നിങ്ങൾ ഓടി എത്തിയിട്ടുണ്ട്, ഒരുപാട് സാമ്പത്തികം എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു വിലയും അവർ തന്നിരുന്നില്ല. ജീവിതത്തിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവരൊരു വിലയും തന്നിരുന്നില്ല, ഒരു പ്രയോറിറ്റി ലിസ്റ്റിലും നിങ്ങളെ പെടുത്തിയിരുന്നില്ല. അതിൽ അവർക്ക് മാനസിക വിഷമമുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പണത്തിനാണ് കൂടുതലും വില കൊടുത്തിരുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്.
നമുക്ക് നോക്കാം. സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റം നിങ്ങളുടെ സാമ്പത്തികമാണ്. സാമ്പത്തികത്തിന് വേണ്ടി മാത്രമായിട്ടൊരു റീഡിങ് എടുത്തു കഴിഞ്ഞാൽ അത് നഷ്ടമാണ്, എനിക്ക് സമയം നഷ്ടമാകും, അതിൻ്റെ വ്യൂസ് കിട്ടത്തില്ല. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ സാമ്പത്തിക സ്ഥിതി, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിക്കണമേ. താങ്ക് യു. എനർജിയാണ്, എല്ലാവർക്കും ഉള്ള എനർജി വരുന്നത്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയമാണ്. പക്ഷേ നിങ്ങൾ അതുപോലെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്, ബുദ്ധി കൂടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരെയും വിശ്വസിക്കാൻ പാടില്ല. എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിലും സാമ്പത്തിക കാര്യങ്ങൾക്കും ഫ്രീഡം കൊടുക്കാൻ പാടില്ല. നിങ്ങൾ നോക്കി കണ്ട് തന്നെ ചെയ്യണം. മറ്റ് വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് ഒരുപാട് ഫ്രീഡം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ബോർഡർ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ഇവിടെ മജീഷ്യൻ കാർഡ് വന്നിരിക്കുന്നത്? ഒരു ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങൾ എന്തോ അവസാനിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല എന്ന് പറഞ്ഞ ചില സാമ്പത്തിക കാര്യങ്ങളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷമാണ് വരുന്നത്, നിങ്ങൾക്ക് ഒരു ഓഫർ വരുന്നുണ്ട്, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് വരുന്നുണ്ട്. നിങ്ങൾ അവസാനിച്ചു, ഇനി നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് വിചാരിച്ച സ്ഥലത്ത് നിങ്ങൾക്കൊരു ഗ്രോത്താണ് വരുന്നത്. ന്യൂ ബിഗിനിങ് കാർഡാണ്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ തലത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും. നമ്പർ 1 കാർഡാണ് വന്നിരിക്കുന്നത്, സണ്ണിൻ്റെ കാർഡാണ്. വീണ്ടും സണ്ണിൻ്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓവറോൾ എനർജി. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ബേർഡൻ ആയിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥലം മാറ്റം നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്തിരുന്നത് അത് നിങ്ങൾക്ക് സക്സസ്സിലോട്ട് കടക്കുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ എവിടെയെങ്കിലും സാമ്പത്തികത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ അപേക്ഷ നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നു. ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ടാണ് ഇത് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകത്തില്ല. ഈ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഇത് റെസനേറ്റ് ആകുന്നത്. വേറൊരു വ്യക്തിക്ക് വേണ്ടി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് റെസനേറ്റ് ആകില്ല. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണ് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് നോക്കിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അത് റെസനേറ്റ് ആകുകയുള്ളൂ. അഫർമേഷൻ ആണെങ്കിൽ തന്നെയും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് അഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് സംഭവിക്കത്തില്ല. ഞാൻ പറഞ്ഞത് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഒരു വ്യക്തി ഇപ്പം അവരുടെ പേഴ്സൺ ബാങ്ക് ലോണിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നിങ്ങളിവിടെ അഫർമേഷൻ ചെയ്യണം, ബാങ്ക് ലോൺ ലഭിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ അഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് സംഭവിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം. നിങ്ങളുടെ പേഴ്സൺ തന്നെ അത് അഫർമേഷൻ ചെയ്യേണ്ടതാണ്. അവനവൻ്റെ തലച്ചോറിൽ നിന്നും അവനവൻ്റെ ശക്തിയിൽ നിന്നും വേണം പുറപ്പെട്ടു പോകാൻ. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്തതോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾ ജോലി സംബന്ധമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു യാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള വഴികൾ തെളിഞ്ഞു വരും. ഓക്കെ, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, കുറേ നാൾ കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു, അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അടിയും വഴക്കും പ്രശ്നങ്ങളും മാത്രമാണുള്ളത്. സാമ്പത്തികമായിട്ട് യാതൊരു കാര്യങ്ങളും ഇല്ല. മറ്റ് ചില വ്യക്തികൾ നിങ്ങളുടെ പ്രൊമോഷനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടുള്ള സാമ്പത്തികത്തിന് തടസ്സപ്പെടുത്തിക്കൊണ്ട് മറ്റ് വ്യക്തികൾ ഇതിൻ്റെ അകത്ത് ഇടപെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേരെയായി വരികയാണ്. ഹെർമിറ്റിൻ്റെ കാർഡാണ്. നിങ്ങൾ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ ചതിക്കുന്നതിന് വേണ്ടിയിട്ട് ചില വ്യക്തികൾ നിങ്ങളുടെ പിറകെ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചതിൽ ഒരുപാട് അസൂയപ്പെടുന്ന വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ഇതുവരെ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നുണ്ട്. ആ ഉണ്ടായതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഹെർമിറ്റാണ്. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും നിങ്ങൾ സൂക്ഷിച്ച് വേണം വയ്ക്കാൻ. ഒരുപാട് പേർക്ക് ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് തന്നെ സണ്ണിൻ്റെ കാർഡാണ്. സണ്ണിൻ്റെ കാർഡ് പറയുന്നത് മറ്റുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ഒരുപാട് ഫ്രീഡം നിങ്ങൾ കൊടുക്കരുത്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് എന്തും ചെയ്യുവാൻ, നിങ്ങളുടെ വർക്കിൽ കയറി മറ്റുള്ളവർക്ക് എന്തും ചെയ്യാനുള്ള അവസരം നിങ്ങൾ കൊടുക്കരുത്. ചില ബൗണ്ടറികൾ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ബൗണ്ടറികൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പുറം അവരെ നിർത്തേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഫ്രീഡം ചില വ്യക്തികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പോൾ അടുത്തത് വന്നിരിക്കുന്നത്
ഡെത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ജോലി നഷ്ടപ്പെട്ട വ്യക്തികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള എനർജി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ജോലി നിങ്ങൾക്ക് ഓപ്പൺ ആവാൻ പോവുകയാണ്. സാമ്പത്തിക സ്ഥിതിയാണെങ്കിലും എവിടെയെങ്കിലും നിങ്ങളുടെ ഒരു വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു വാതിൽ നിങ്ങൾക്ക് ഈ ഒരു നിമിഷം തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നതിലും അത്ഭുതമായി തന്നെ നിങ്ങൾക്കൊരു ജോലി അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. മറ്റുള്ളവർ നിങ്ങൾ അപമാനിച്ച സ്ഥലത്ത് നിങ്ങൾ വിജയം ആഘോഷിക്കാൻ പോകുന്നു. എല്ലാവരും നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങൾ അപമാനിച്ച സ്ഥലങ്ങളുണ്ടായിരിക്കും. അവരുടെ മുമ്പിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി ലഭിക്കുന്നുണ്ട്. ഓക്കെ, ശത്രുവിൻ്റെ മുമ്പിൽ തന്നെ നിങ്ങൾക്ക് മേശ ഒരുക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങൾ എന്താണോ ഒരുപാട് ആഗ്രഹിച്ചിരുന്നത്, ആ ഒരു ആഗ്രഹമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത്, ആ ഒരു ഇത് വരുന്നു. സാമ്പത്തിക ഭദ്രത നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ഒരുപാട് അബണ്ടൻസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. നിങ്ങളെ പറഞ്ഞു വിട്ട സ്ഥലത്ത് നിന്നാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫർ വീണ്ടും വരുന്നത്. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, ഇല്ലാത്തവർ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റിക്കിളാണ്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. 7 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത്, ഒരു സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണോ, ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ പോകുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. 3 ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളെല്ലാം കൂടി ചേർന്ന് നിന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണോ? കുറച്ച് സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും നിങ്ങൾ ശേഖരിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണോ? അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വിജയം സംഭവിക്കും. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട. താങ്ക് യു യൂണിവേഴ്സ്. പേജ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നിങ്ങളുടെയിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഒരു സണ്ണാണ് വന്നിരിക്കുന്നത്, ഒരു ഉദയമാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല. നിങ്ങളുടെ ഫ്രണ്ടാണ്, അതാരുമാകാം, റിലേഷൻ ഫ്രണ്ട് ആവാം, അതല്ലെന്നുണ്ടെങ്കിൽ പാർട്ട്ണറാവാം, എന്ത് തന്നെ ആയിരുന്നാലും ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ സോഡിയക് സൈനും ഇവിടെ വന്നിട്ടുണ്ട്, കാരണം ഇവിടെ ഒരുപാട് കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ രാശികളും ഇതിൽ വരും. പ്രത്യേകിച്ച് അതെടുത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഓക്കെ, നമുക്ക് ക്ലൂസുകൾ നോക്കാം. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് ക്ലൂസ് നോക്കാം. പാരിപ്പള്ളി, നിങ്ങളുടെ റിലേഷനിൽ നിന്നുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമോ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ റിലേഷൻ, നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് തന്നെയുള്ള വ്യക്തി ആയിരിക്കും. ഓക്കെ, കഴക്കൂട്ടം വന്നിട്ടുണ്ട്. മലപ്പുറം ബാലശ്ശേരി വന്നിട്ടുണ്ട്. ഫോൺ നമ്പറിൽ ലാസ്റ്റ് നമ്പർ 24 എന്ന് വരുന്ന വ്യക്തിയുണ്ട്. സോൾമേറ്റ് ആയിരിക്കാം. സോൾമേറ്റ് എന്തെന്നും ട്വിൻ ഫ്ലെയിം എന്തെന്നും അറിയാത്തവർ കമൻറ്റിലൂടെ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലിയുള്ള വ്യക്തിയായിരിക്കും. 47 57 55 എന്നുള്ള നമ്പർ വന്നിട്ടുണ്ട്. 22 25 വന്നിട്ടുണ്ട്. ശിവപ്രസാദ് എന്ന് പറയുന്നൊരു പേര് വന്നിട്ടുണ്ട്. മുള, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ മുള വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലക്കി ബാമ്പു പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരിക്കും. കായംകുളം. ഓക്കെ, RLS വന്നിട്ടുണ്ട്. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ടായിരിക്കും, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. യൂസഫ് എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ട്. KB എന്ന് പറയുന്ന ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. 34 വന്നിട്ടുണ്ട്. ഹോണ്ട, നിങ്ങളുടെ വാഹനം ഹോണ്ട കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആയിരിക്കാം. 60 and 70 ഏജ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും പണം തരുന്ന വ്യക്തികളുടെയോ ഏജ് ആവാൻ സാധ്യതയുണ്ട്. 85 വന്നിട്ടുണ്ട്. 85 വർഷമാണ് ജനനവർഷം. F and H വന്നിട്ടുണ്ട്. V എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. പാല എന്ന് പറയുന്ന സ്ഥലം വന്നിട്ടുണ്ട്. കുടുംബസ്ത്രീ വന്നിട്ടുണ്ട്. റോസക്കാട്, നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റോസ അധികമായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി റോസ അധികമായിട്ട് പിടിച്ചു നിൽക്കുന്ന സ്ഥലം ഉണ്ടായിരിക്കാം. സെക്സ് റിലേഷൻ, നിങ്ങളുടെ ചിലപ്പം സെക്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരിക്കാം. തൃശ്ശൂർ വന്നിട്ടുണ്ട്. തൃശ്ശൂർ. ഇൻസ്റ്റഗ്രാം വഴി നിങ്ങൾ റിലേഷനിൽ വന്ന വ്യക്തികളുണ്ടായിരിക്കാം. തുളസി വന്നിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടുമുറ്റത്തോ മറ്റോ തുളസി കൂടുതലായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ തുളസി ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ലവ്, നിങ്ങളൊരു പ്രണയം കാണുന്നുണ്ട്. D എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്.
തിരുവാതിര നക്ഷത്രം വന്നിട്ടുണ്ട്, തിരുവാതിര നക്ഷത്രം. മേടം വന്നിട്ടുണ്ട്, മേടം. ആറ്റിങ്ങൽ, ആലുവ, വൈക്കം എന്ന് പറയുന്ന സ്ഥലം വന്നിട്ടുണ്ട്. താങ്ക് യു. വയനാട് എന്ന് പറയുന്ന സ്ഥലം വന്നിട്ടുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. RJP എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ. രാമേശ്വരം, ഉപ്പള എന്ന് പറയുന്ന സ്ഥലം വന്നിട്ടുണ്ട്. രാമേശ്വരവും ഉപ്പളയും രണ്ടും രണ്ട് സ്ഥലമാണെന്ന് തോന്നുന്നു. ഓക്കെ. FB വന്നിട്ടുണ്ട്. FBയുമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഫോട്ടോയോ മറ്റോ ഇപ്പോൾ നോക്കുന്ന അവസ്ഥയിലായിരിക്കാം. വർക്ക്ഷോപ്പ് വന്നിട്ടുണ്ട്, വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. തിരുവനന്തപുരം വന്നിട്ടുണ്ട്. ഏടമുട്ടാണോ ഏടുമുട്ടമാണോ എന്തോ, ഏടമുട്ടം വന്നിട്ടുണ്ട്. മിൽമ, കർഷകരുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പശു വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മിൽമ പാലുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ബന്ധമുള്ള വ്യക്തികളായിരിക്കാം. YWX വന്നിട്ടുണ്ട്. ചിങ്ങം, ഈ ഒരു മാസം എന്തെങ്കിലും പ്രാധാന്യമുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ രാശി ചിങ്ങരാശി ആയിരിക്കാം. ഓക്കെ. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്ന നോക്കുക. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. നിങ്ങൾക്കെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഈ റീഡിങ് കേൾക്കുന്നവർക്കെല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. ചില വ്യക്തികൾ ചോദിച്ചു, ഹീലിങ്ങിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഹീലിംഗ് എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് ജന്മന ലഭിക്കുന്നതാണ്. ചില നമ്പറിൽ 7 നമ്പർ 1 നമ്പർ ഞാൻ പറഞ്ഞിരുന്ന ഏഞ്ചൽ നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏഞ്ചൽ നമ്പറിൽ ജനിക്കുന്ന വ്യക്തികൾക്ക് ഹീലിംഗ് പവർ കൂടുതലായിരിക്കും. ഓക്കെ. അപ്പം ഹീലിംഗ് പവർ ഉള്ള വ്യക്തികൾ ആരുമായിട്ടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഹീലിംഗ് ലഭിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഏഞ്ചൽ നമ്പർ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് അതിൽ ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പവറാണ് നിങ്ങൾക്ക് കൂടുതലുള്ളത് എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ. താങ്ക് യു.